കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ നിർവചിക്കുവാൻ മനുഷ്യൻ പലപ്പോഴും വിഷമിച്ചു പോകാറുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ ശൈലിയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വിവിധ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അതിൽ പരിപൂർണമായൊരു നിർവചനം പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലഭ്യമായ ദൈവത്തിൻ്റെ ഒരു നിർവചനം, ദൈവിക സ്വഭാവത്തിൻ്റെ ഒരു നിർവചനമാണ് നമ്മളിന്ന് ചിന്താവിഷയമാക്കുന്നത് ഈ പ്രഭാതത്തിൽ. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 36-ാം തിരുവചനം. ദൈവസ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കാനായിട്ടിടയാകുന്നത്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ പരിശ്രമിക്കുക. ദൈവസ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുന്ന് കരുണാസമ്പന്നനാണ് എന്നുള്ളത്. വിശുദ്ധ ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും നാം പരിശോധിക്കുമ്പോൾ ഈ ദൈവിക സ്വഭാവം വ്യക്തമായി നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരിലൂടെയും ഏറ്റവും പ്രത്യേകമായി യേശു കർത്താവിലൂടെയും വെളിപ്പെട്ടത് ഈ കരുണയുടെ സ്വഭാവ വിശേഷം തന്നെയാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും നാം പരിശ്രമിക്കുക. ആധുനിക കാലഘട്ടത്തിൽ ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം കണ്ടെത്തിയെടുക്കുന്നുണ്ട്. ഇന്ന് സഭയുടെ നിലനിൽപ്പ്, അതിനേക്കാൾ ഉപരിയായി ദൈവികമായ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല മാർഗം ഈ കരുണയുടെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് കരുണാസമ്പന്നനായ ദൈവം എപ്രകാരമായിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കുക എന്നുള്ള ആ വലിയ നിർദ്ദേശം, വലിയ ക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. വിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം കരുണാസമ്പന്നനാണെന്ന് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. അഷ്ടസൗഭാഗ്യങ്ങളിൽ മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുക: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കാനായിട്ടിടയാകും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. സങ്കീർത്തന പുസ്തകം 72 അതിൻ്റെ 13-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുക, ധ്യാനിക്കുക: ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു, അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. പിന്നെ 103-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട്: അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുക: അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കാനായിട്ട് ഇടയാകും. സങ്കീർത്തന പുസ്തകം 116-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില പ്രത്യേകമായ ഭാഗങ്ങളാണ് നാം കാണാനായിട്ടിടയാകുന്നത്. നിരവധിയായ അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പക്ഷേ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. യേശുവിലൂടെ ദൈവപിതാവ് ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടാനായിട്ടിടയായി. ഇപ്രകാരം യേശുവിലൂടെ വെളിപ്പെട്ട അനുഭവമാണ് നാം ഏറ്റവും പ്രത്യേകമായിട്ട് കാണുക, ഈ കരുണയുടെ അനുഭവം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ 4 സുവിശേഷങ്ങളിലും നാം കാണുന്നത് യേശു കർത്താവ് തൻ്റെ കരുണ സമൃദ്ധമായി കടന്നു വരുന്ന ജനത്തിന് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ നാടകീയമായ ഒരു അനുഭവം നാം വായിക്കുന്നുണ്ട്. നായീം പട്ടണത്തിലെ വിധവയുടെ ഏക മകനെ ഉയർപ്പിക്കുന്നത്, വിധവയുടെ വേദന തിരിച്ചറിഞ്ഞ് അവിടുന്ന് കരുണ പൊഴിക്കാനായിട്ടിടയാകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ ലാസറിൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ച് കരയുന്ന സഹോദരിമാരുടെ വേദന തിരിച്ചറിഞ്ഞ് അവിടുന്ന് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ടിടയാകുന്നു. കരുണയുടെ വാക്ക്, കരുണയുടെ പ്രവൃത്തി, കരുണയുടെ അത്ഭുതം നമുക്കവിടെ കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഏതാണ്ട് 18 വർഷത്തോളം ശരീരം കൂഞ്ഞിപ്പോയ ഒരു സാധു സ്ത്രീയെ സിനഗോഗിൽ വെച്ച് യേശു കർത്താവ് സുഖപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ
സമൂഹം തിരസ്കരിച്ച ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്താനായിട്ട് ഇടയാകുന്നുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിയമം ഉദ്ധരിച്ച് കാത്തു നിൽക്കുന്ന യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് കരുണയോടുകൂടെ വ്യഭിചാരിണിയായ സ്ത്രീയെ കർത്താവ് രക്ഷിക്കുന്ന മനോഹരമായ അനുഭവം നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കരുണയുടെ ദൈവശാസ്ത്രം ഈ ഭൂമിയിലേക്ക് സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ഇങ്ങനെ സുവിശേഷങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ ഇക്കാര്യം നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു കർത്താവ് 3 വർഷം മാത്രം തൻ്റെ പരസ്യ ജീവിത കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് തയ്യാറായി. 33 വർഷം ജീവിച്ച അവിടുന്ന് 3 വർഷമാണ് സുവിശേഷ പ്രഘോഷണം നടത്താനിടയായത്, സുവിശേഷം ജീവിക്കാനായിട്ടിടയായത്. ഈ 3 വർഷവും കരുണയുടെ വലിയൊരു അനുഭവമാണ് നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിശ്വാസികളായ എല്ലാ വ്യക്തികളും, അവൻ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ്റെയും അവളുടെയും ജീവിതത്തിൽ ഈ കരുണയുടെ അനുഭവം നിശ്ചയമായിട്ടും ഉണ്ടാകാനായിട്ടിടയാകണം. കൽക്കട്ടയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. വളരെ വേദനയോടുകൂടെ തെരുവിൽ കിടക്കുന്ന നിരീശ്വരവാദിയായ ഒരു വ്യക്തി, TB പിടിപെട്ട് അസ്വസ്ഥമായ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തി, ഇത്രയും കാലം ദൈവത്തെ നിഷേധിച്ച് ജീവിച്ച വ്യക്തി, ആരാലും തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തിയെ മദർ തെരേസ കണ്ടെത്തിയെടുക്കുന്നു, തൻ്റെ കരങ്ങളിൽ കോരിയെടുക്കുന്നു, തൻ്റെ കോൺവെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു, വേണ്ടതായ പരിചരണം നൽകുന്നുണ്ട്. ഒരിക്കൽ മാറോട് അടക്കിപ്പിടിച്ചപ്പോൾ, മരണത്തെ കാത്തുകിടക്കുന്ന ഈ മാരകമായ രോഗിയെ മാറോട് അടക്കിപ്പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഐ ക്യാൻ ഫീൽ ദ വാംത്ത് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആ ചൂട്, ദൈവത്തിൻ്റെ ആ ചൂര്, ദൈവത്തിൻ്റെ ആ വലിയ അനുഭവം എനിക്കിപ്പോൾ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. ജീവിതത്തിൽ ബോധ്യം വെച്ച നാൾ മുതൽ ദൈവനിഷേധിയായി തീർന്നൊരു വ്യക്തിക്ക് കരുണയുടെ ഒരു സ്പർശം കൊണ്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായില്ലേ? ഇപ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നൊരു കാര്യം ഇതാണ്: എങ്ങനെയാണോ സ്വർഗസ്വനായ പിതാവ് കരുണാസമ്പന്നനായിരിക്കുന്നത്, കരുണാസാഗരമായിരിക്കുന്നത്, അതുപോലെ നിന്റെ വ്യക്തി ജീവിതത്തിലും നിനക്ക് സാധിക്കാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സങ്കീർത്തന പുസ്തകം 143 നമ്മൾ ആ പ്രാർത്ഥന കാണുന്നുണ്ട് ദാവീദിൻ്റെ അധരങ്ങളിലൂടെ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയുന്നുമുണ്ട്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഇത്രയേറെ ദൈവം കരുണ ചൊരിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതേ അനുഭവങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഒന്ന് ചിന്തിക്കുക. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു മാജിക്കും നടക്കുകയില്ല, മറിച്ച് നിത്യജീവൻ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്വന്തം ജീവിതത്തിൽ കരുണയുടെ അനുഭവം പ്രകടമാക്കിയേ പറ്റൂ. പ്രായോഗികമായി കരുണയുടെ പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്: കരുണയില്ലാത്ത, കാരുണ്യപ്രവൃത്തി ചെയ്യാത്ത, പുണ്യപ്രവൃത്തി ചെയ്യാത്ത, അപരന് സഹായം ചെയ്യാത്ത ഒരു ദിനം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. കാരണം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ആ ദിവസം വെട്ടിക്കളഞ്ഞു. അപ്പം കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തെ സാധൂകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വഴികൾ നമുക്ക് പിഞ്ചെല്ലാനായിട്ട് സാധിക്കുന്നത്? സഭ അക്കാര്യം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രത്യേകമായി 14 കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ നമ്മുടെ മുന്നിലേക്ക് നൽകാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇതൊന്ന് അനുസരിക്കാൻ തയ്യാറായാൽ എങ്ങനെയാണോ സ്വർഗസ്ഥനായ പിതാവ് കരുണാസമ്പന്നനായി നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയാൻ ഏറ്റവും പ്രത്യേകമായിട്ട് സാധിക്കും. ശാരീരികവും ആത്മീയവുമായിട്ടുള്ള 14 കാരുണ്യ പ്രവർത്തികളാണ് നമ്മുടെ മുന്നിലേക്ക് നൽകാനായിട്ട് ഇടയാകുന്നത്. ആദ്യത്തെ കാര്യം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. രണ്ടാമത്, ദാഹിക്കുന്നവന് കുടിക്കാനായിട്ട് നൽകാൻ തയ്യാറാകുക. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 35-ാം തിരുവചനത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യേശു കർത്താവ് സുവിശേഷത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്.
അപരന് കുടിക്കാൻ കൊടുക്കുന്ന, ആഹാരം കൊടുക്കുന്നവനാണ് സ്വർഗത്തിലേക്ക് കടന്നു വരാനായിട്ട് തയ്യാറാകുക. വിശുദ്ധ ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. മനുഷ്യൻ്റെ ഈ ഭൗതികമായ ആവശ്യത്തെ കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. ദിവസങ്ങളോളം യേശുവിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് അവിടുത്തെ വചനം കേട്ട ജനത്തിന് വിശക്കുന്നതായിരിക്കുമെന്ന് കർത്താവ് തിരിച്ചറിയുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ അത്ഭുതകരമായി അതുകൊണ്ട് തന്നെ അവിടുന്ന് അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാകുന്നു. മരുഭൂമിയിൽ വിശന്ന് തളർന്നു പോയ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ മന്നായും കാടപ്പക്ഷിയും നൽകി അവരുടെ വിശപ്പകറ്റാനായിട്ട് തയ്യാറാകുന്നുണ്ട്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 17-ാം തിരുവചനത്തിൽ അവർക്ക് ദാഹിച്ചപ്പോൾ അത്ഭുതകരമായി നീരുറവ അവിടുന്ന് ഏറ്റവും പ്രത്യേകമായിട്ട് ഒഴുക്കാനായിട്ട് ഇടയാകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപരൻ്റെ വിശപ്പടക്കാനായിട്ട് തയ്യാറാകുക. വിശുദ്ധന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപരൻ്റെ വിശപ്പ് ഏറ്റവും പ്രത്യേകമായി സ്വന്തം ജീവിതത്തിലെ ത്യാഗം വഴിയായിട്ട് അവരടക്കാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇന്ന് സമൃദ്ധിയുടെ കാലഘട്ടമാണ്. വിശപ്പ് തുലോം ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, വിശക്കുന്ന അനേക മക്കൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്നാൽ നാം അത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. റോമിൽ പട്ടിണി മൂലം ഒരു വ്യക്തി മരിച്ചപ്പോൾ ഗ്രിഗറി 1-ാം മാർപ്പാപ്പ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദി താൻ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് ഇതുപോലൊരു വ്യക്തി ഇവിടെ മരിക്കാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ പ്രഥമ ഉത്തരവാദിത്വം എൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ശിക്ഷയ്ക്ക് ഗ്രിഗറി മാർപ്പാപ്പ തയ്യാറാകുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവമാണ്. ബ്രസീലിൽ തൻ്റെ ഒരു സന്ദർശന വേളയിൽ വേദനിക്കുന്ന, വിശപ്പനുഭവിക്കുന്ന ചേരിയിൽ അനേകം വ്യക്തികളെ കണ്ട സമയത്ത് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കണ്ണുനീർ തൂകാനായിട്ടിടയായി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇവരുടെ വിശപ്പ് അത് എൻ്റെ തന്നെ വിശപ്പാക്കി ഞാൻ മാറ്റണം. കാരണം ഒരു ക്രിസ്തു വിശ്വാസി ജീവിക്കുന്നിടത്ത് ഇതുപോലെയുള്ള ഭൗതികമായ വിശപ്പടക്കാനുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവനുണ്ട് എന്നുള്ള കാര്യം അവൻ വിസ്മരിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ദാഹിക്കുന്നവന് ജലം കൊടുക്കാൻ സാധിക്കുക, വിശക്കുന്നവന് ആഹാരം പങ്കുവെച്ച് കൊടുക്കാൻ സാധിക്കുക, അത് പ്രസക്തമായ ഒന്ന് തന്നെയാണ്. കാരുണ്യപ്രവൃത്തികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകാനായിട്ട് തയ്യാറാകുക എന്നുള്ളത്. ലൂക്കയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കാനായിട്ട് തയ്യാറാകട്ടെ. ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 20, 23, 24 തിരുവചനങ്ങളിൽ തൻ്റെ ഉടുവസ്ത്രം പോലും പടയാളികൾക്ക് ഭാഗിച്ചു കൊടുക്കുന്ന വൈകാരികമായ പ്രതീകാത്മകമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ആഡംബരത്തിൻ്റെ സമൃദ്ധിയിലാണെന്ന് മനുഷ്യൻ ജീവിക്കാനായിട്ടിടയാകുന്നത്. കുമിഞ്ഞുകൂടുന്ന വസ്ത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഓർക്കുക, ഒന്നൊടുക്കാൻ സാധിക്കാത്ത അപ്രകാരമുള്ള ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ എത്രയോ പേരുണ്ട് എന്നുള്ള കാര്യം. അന്ത്യവിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച വ്യക്തി ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നഗ്നനെ അവൻ ഉടുപ്പിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളൊരു കാര്യം ഇതാണ്. അതുകൊണ്ടൊരു കാര്യം ഓർക്കുക, വസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അത് നൽകാനായിട്ട് തയ്യാറാകുക. നമ്മുടെ അലമാരകളിൽ നിറഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ ദരിദ്രൻ്റെ വസ്ത്രമാണെന്ന് വിശുദ്ധ ബേസിൽ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന് അദ്ദേഹം സൂചിപ്പിക്കുന്നൊരു കാര്യം ലോകത്തിലെ കടുത്ത അനീതി എന്നാണ് പറയാനിടയാകുന്നത്. ഭക്ഷണമില്ലാത്തവൻ്റെ ഭക്ഷണം കവർന്നെടുക്കുന്ന അനുഭവമാണ് നീ ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ. നിന്റെ അലമാരകളിൽ വസ്ത്രം കുമിഞ്ഞുകൂടുമ്പോൾ അത് അപരൻ്റെ നാണം മറക്കാൻ, തണുപ്പകറ്റാനുള്ള വസ്ത്രം നീ കൊള്ള ചെയ്തിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാനായിട്ടിടയാകുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഈ കാരുണ്യ പ്രവൃത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്.
നാലാമത് ഇപ്രകാരമാണ് ഒരു കാരുണ്യപ്രവൃത്തിയായി നമ്മുടെ മുമ്പിൽ സഭ മുന്നോട്ട് വയ്ക്കാനിടയാകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചൈതന്യം അനുസരിച്ച് കരുണ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമായി പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം നൽകാനായിട്ട് തയ്യാറാകുക. അന്ത്യവിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച വ്യക്തിക്ക് എന്താണ് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുണം? പരദേശിയായിരുന്ന, ഭവനമില്ലാതിരുന്ന ഒരുവനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത്. യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പാർപ്പിട ദാരിദ്ര്യം അനുഭവിക്കാനിടയായി. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം, സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്നുള്ള വാക്കുകൾ വിശുദ്ധ ബൈബിളിലെ തന്നെ വേദനാജനകമായ വാക്കുകളാണ്. അടുത്ത കാലത്ത് പ്രമുഖമായ ഒരു മലയാള ദിനപത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജിൽ ഇപ്രകാരം വായിക്കാനായിട്ടിടയായി. കേരളത്തിൽ ഏകദേശം 15 ലക്ഷത്തോളം മുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണത്രേ. ഒരു അതിശയോക്തിയുമില്ലാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റ് കണ്ടെത്തിയ കണക്കാണ്. മനുഷ്യവാസമില്ലാതെ പണിതുയർത്ത് ഒഴിഞ്ഞു കിടക്കുന്ന 15 ലക്ഷത്തോളം മുറികളുണ്ടത്രേ. ഒരു നേരത്തെ തലചായ്ക്കാൻ രാത്രിയിൽ ഭവനമില്ലാതെ നെട്ടോട്ടമിടുന്ന അനേകം പേർ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. വികസനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട എത്രയോ പേര് ഇന്ന് ചെറ്റക്കുടിലുകളിൽ താമസിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. ഒരു ഭവനം സ്വപ്നമായി അവശേഷിക്കുന്ന അനേകം പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്, ആഡംബരാസക്തി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ബന്ധനമായി കണ്ടുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക എന്ന് വളരെ ശക്തമായി പറയാനായിട്ട് ഇടയാകുന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, അന്തി ഉറങ്ങാനുള്ള ഒരു ഇടം അത് കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അതിനാൽ സാധിക്കുന്ന സമസ്ത കാര്യങ്ങളും ചെയ്യാനായി ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. ക്രിസ്മസ് കാലഘട്ടത്തിൽ സ്വരൂപിച്ചു വെച്ച പണം കൊണ്ട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു ഭവനം സാധുവായ ഒരു വിധവയ്ക്ക് പണിത് കൊടുത്തത് ഈ അടുത്ത കാലത്ത് വായിക്കാനായിട്ടിടയായി. അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങളുടെ കരുണ നിറഞ്ഞ ഒരു അനുഭവം. കാരുണ്യപ്രവർത്തികൾ പ്രധാനപ്പെട്ട ഇക്കാര്യം വിസ്മരിക്കാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ഇട കൊടുക്കരുത്. പാർപ്പിടമില്ലാത്തവൻ്റെ വേദന, കണ്ണുനീര് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. എത്രയോ പേരാണ് ഒരു ഭവനത്തിന് വേണ്ടി വേദനയോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, പങ്കുവെക്കാനായിട്ട് സാധിക്കണം. ഒഴിഞ്ഞു കിടക്കുന്ന ഇതുപോലെയുള്ള ഭവനങ്ങൾ, ഉപയോഗശൂന്യമായ ഇടങ്ങൾ ധൂർത്തിൻ്റെയും അനീതിയുടെയും അടയാളങ്ങളാണെന്നുള്ള കാര്യം വിസ്മരിക്കാതിരിക്കാൻ ഏറ്റവും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അടുത്ത കാര്യം ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്താനിടയാകുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കാനായിട്ട് സാധിക്കുക. അന്ത്യവിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. ഇപ്രകാരം ഏകാന്തതയിലായി ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ വാഹകരായി കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്ന ഒരനുഭവം എപ്പോഴും ഉണ്ടാകാനായിട്ടിടയാകണം. രോഗികളായ വ്യക്തികൾ നിസ്സഹായരായ വ്യക്തികളാണ്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ആവശ്യമുള്ള വ്യക്തികളാണ്. എത്രയേറെ ശക്തനാണെങ്കിലും ഒരു രോഗം നമ്മെ പിടികൂടുമ്പോഴാണ് നമ്മുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള വ്യക്തികളായിട്ട് നമുക്ക് തീരാനായിട്ട് സാധിക്കണം. യേശു കർത്താവിനെ കുറിച്ച് ഇപ്രകാരമാണ് നാം വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ അവിടുന്ന് സകല രോഗങ്ങളെയും സുഖപ്പെടുത്തി. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒന്ന് ഇത് തന്നെയായിരുന്നു. രോഗികളെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ച ഏറ്റവും മനോഹരമായ നിരവധിയായ അനവധിയായ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രോഗി സന്ദർശനം എന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തിയുടെ ഒരു അടയാളം തന്നെയാണ്. നമുക്ക് പരിചയമുള്ള നമ്മുടെ ബന്ധുജനങ്ങളെ മാത്രമല്ല, എത്രയേറെ മെഡിക്കൽ കോളേജുകളിൽ രോഗി സന്ദർശനത്തിന് ആരും കടന്നു ചെല്ലാതെ വേദനയോടുകൂടെ ആയിരിക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ അടുക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ രോഗികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് കിടപ്പ് രോഗികളായി അനേകം ഭവനങ്ങളിൽ
എത്രയോ പേര് വേദന അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ തന്നെ ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരെത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരു ദിവസം എത്ര നേരം അവരുടെ അടുക്കൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്? ചിലപ്പോൾ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ദുസ്സഹമായിരിക്കും. ദുർഗന്ധം ചിലപ്പോൾ നമ്മൾ അകറ്റുന്നുണ്ടായിരിക്കും. അവിടെ ആയിരിക്കുന്നത് അസ്വസ്ഥത സൃഷ്ടിക്കാനിടയാകും. രോഗി പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അലോസരത സൃഷ്ടിക്കാനായിട്ട് ഇടയാകും. എങ്കിലും ഒരു കാര്യം ഓർക്കുക, അവൻ്റെ ആ മുറിവിൽ, അവൻ്റെ ആ വേദനയിൽ പരിതപിക്കുന്ന, സഹതപിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യാനുഭവം അവന് പങ്കുവെച്ച് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണ് തടവുകാരായി, വളരെ പ്രത്യേകമായി തടവറയിൽ അടക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ. ഒരുപാട് ന്യായാന്യായങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ കരുണയുടെ പ്രവൃത്തിയായി എടുത്തു പറയുന്നൊരു കാര്യം ഇതാണ്. ഏറ്റവും പ്രത്യേകമായി കർത്താവ് തൻ്റെ വിധി ദിവസം സൂചിപ്പിക്കുന്നൊരു കാര്യവും ഇതാണ്. തടവറയുടെ ബന്ധനത്തിലായിരുന്ന വ്യക്തികളെ നീ സന്ദർശിച്ചതുകൊണ്ട് നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു വരാൻ ഇപ്പോൾ സാധിക്കുന്നുവെന്ന്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം 100% ചെയ്തൊരു വ്യക്തിയാണ്. ഫിലമോൻ്റെ പുസ്തകം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. തടവുകാരനായ ഒനേസിമോസിന് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം. അവൻ്റെ ഗുരുവായ പൗലോസിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് തൻ്റെ വേദനകളെ പങ്കുവെക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു ശ്രമം നടത്താനായിട്ട് തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവസരെ സഹായിക്കുന്നതും മരിച്ചവരെ അടക്കുന്നതും കാരുണ്യ പ്രവർത്തികളിൽ സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുക. ഏറ്റവും പ്രത്യേകമായിട്ട് ഓർക്കുക, ഈ അനുഭവങ്ങൾ, ശാരീരികമായിട്ടുള്ള 7 കാരുണ്യ പ്രവർത്തികൾ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഇതുവഴിയായി, ഈ പ്രായോഗികമായ പ്രവൃത്തികൾ വഴിയായി എങ്ങനെയാണോ സ്വർഗസ്ഥനായ പിതാവ് കരുണാസമ്പന്നനായിരിക്കുന്നത്, അതുപോലെ തന്നെ കരുണയുടെ വക്താക്കളായി, പ്രവാചകരായി, പ്രചാരകരായി തീരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ചിന്തിക്കാം. കരുണാസമ്പന്നനായ, കൃപാനിധിയായ കർത്താവിൻ്റെ ഈ കരുണയുടെ ഈ പ്രായോഗിക അനുഭവങ്ങൾ എന്തുമാത്രം എൻ്റെ ജീവിതത്തിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധാത്മാക്കളുടെ ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കുക. തൊട്ടറിയാൻ സാധിക്കും ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവം. യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ കരങ്ങളിലൂടെ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, ഉൾക്കൊള്ളാം, ഈ കരുണയുടെ പാത സ്വർഗത്തിലേക്കുള്ള സുവർണ പാതയാണ്. ആ പാതയിലേക്ക് കർത്താവെ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തി കടന്നു ചെല്ലാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവെ, കൃപാനിധിയായ ദൈവമേ, മനുഷ്യകുലത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള കരുണയുടെ എല്ലാ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ പിതാവ് എപ്രകാരം കരുണാസമ്പന്നനായിരിക്കുന്നു, അപ്രകാരം ഞങ്ങളെയും കരുണയുടെ അനുഭവത്തിലേക്ക് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. വിശപ്പുള്ളവൻ്റെയും ദാഹമുള്ളവൻ്റെയും വേദന അകറ്റുവാൻ, ഭവനമില്ലാത്തവൻ്റെ വേദന അകറ്റുവാൻ, അവസരം സഹായിക്കുവാൻ, ഒറ്റപ്പെട്ടു പോയവൻ്റെ ഏകാന്തതയ്ക്ക് കൂട്ടായിരിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അപ്രകാരം ദൈവം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തട്ടെ. സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഈ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480
2708097. Email mail.divinetv@gmail.com. Website www.drcm.org.